ജയചന്ദ്ര മാസ്റ്റർ, തീപ്പന്തമായി ആളിക്കത്തും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അൻവർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ, ജനങ്ങൾ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുകയാണെങ്കിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും എന്ന് പറയുന്നു. ഇനി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ പോവുകയാണ്. ഇതുവരെ പരിമിതികൾ ഉണ്ടായിരുന്നു, ഒരു ചട്ടക്കൂടിനകത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ, ജനങ്ങളോട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ അൻവർ ഒരുങ്ങിയിരിക്കുന്നു. ജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ സ്വാഗതം ചെയ്യില്ല എന്നിപ്പോൾ മനസ്സിലായിരിക്കുന്നു. കാരണം നിലമ്പൂരിൽ അൻവറിൻ്റെ കോലം കത്തിച്ചിരിക്കുന്നു. സമീപ പ്രദേശങ്ങളിൽ അൻവറിനോടൊപ്പം നടന്ന പാർട്ടി പ്രവർത്തകർ തന്നെയാണ് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തത്. അവർ അൻവറിൻ്റെ കോലം കത്തിച്ചിരിക്കുന്നു. മാത്രമല്ല, കൊലവിളി ആണ് നടത്തിയിരിക്കുന്നത്. MV ഗോവിന്ദൻ ഒന്ന് ഞൊടിച്ചാൽ കൈയും വെട്ടി കാലും വെട്ടി പുഴയിൽ തള്ളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊന്നെ എന്ന് വിളിച്ച ആ ഭാഷ മാറ്റി പോട എന്ന് വിളിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഭീഷണികളൊക്കെയാണ് ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരിൽ എത്ര പേർ അദ്ദേഹത്തോടൊപ്പം നിൽക്കും എന്ന് കണ്ടറിയണം. അതോടൊപ്പം ഈ പൊതുസമൂഹം ഇദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളെ എങ്ങനെ സമീപിക്കുമെന്നാണ് ജയേന്ദ്ര മാസ്റ്റർ കരുതുന്നത്? വളരെ ഗുരുതരമായ ആഭ്യന്തര കലാപത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കടന്നു പോകുമ്പോൾ അതിലൊരു പുതിയ തെരുവ് യുദ്ധത്തിന്റെ മാനം കൈവരാൻ പോവുകയാണ്. അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ അങ്ങനെ പുച്ഛിച്ചു തള്ളാൻ നമുക്ക് സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ചല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് നാടിനെ ബാധിക്കുന്ന, രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന, കേരളത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി അൻവർ ഉയർത്തുന്നത്. അതിൽ മോഷണമുണ്ട്, ഗുണ്ടാവിളയാട്ടമുണ്ട്, കൊലപാതകത്തെ സംരക്ഷിച്ച വസ്തുതകളുണ്ട്, സ്വർണ്ണക്കള്ളക്കടത്തുമായി പങ്കുപറ്റിയതും അതിനൊത്താശ ചെയ്തതുമായ സംവിധാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ലഹരി കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, തട്ടിപ്പ് നടത്തിയവരെ കുറിച്ച് പറയുന്നുണ്ട്, ദേശദ്രോഹ പ്രവർത്തനം നടത്തിയവരെ കുറിച്ച് പോലുമുള്ള ആക്ഷേപമുണ്ട്. അദ്ദേഹം പരാതി ഉന്നയിച്ചിരിക്കുന്നതും ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നതും ഒരു സാധാരണ പൗരനെ കുറിച്ചല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അറിവോടെയും അനുഗ്രഹത്തോടെയുമാണ് ഈ നടപടികൾ നടക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിശ്ചയിച്ച മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പ്രതിക്കൂട്ടിലാണ്. മന്ത്രിസഭയിൽ ഏറ്റവും പ്രബലനായ റിയാസ് മന്ത്രി പ്രതിക്കൂട്ടിലാണ്. ഒരുപക്ഷെ അൻവർ പറയുന്നതിൽ തെളിവുകളോ കഴമ്പുകളോ ഇല്ലാതിരിക്കാം. പക്ഷെ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന വസ്തുതകളെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചത് അതിൽ അല്പം ചില കഴമ്പുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കാവുന്ന തരത്തിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതല്ല, ഇത്തരം വിടുവായത്വം പറയുന്ന ഒരു മുൻ കോൺഗ്രസ്സുകാരനും രാജ്യത്തെ നിയമാവലിയോ രാജ്യത്തെ നിയമ സംവിധാനങ്ങളോ ജനകീയതയോ ഒന്നും അംഗീകരിക്കാത്ത ഒരു കൊടും ക്രിമിനലും ഒരുപക്ഷെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രഖ്യാപിച്ചതുപോലെ ഒന്നിനും വഴങ്ങാത്ത വലതുപക്ഷത്തിന്റെ കൈക്കോടാലിയായി മാറിയ ഒരാളാണെന്ന് പറയുന്ന അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മാനഭംഗപ്പെടുത്തുന്ന ആക്ഷേപമാണ്. നമ്മുടെ സംശയം, കേരളത്തിന്റെ സംശയം ഇതാണ്: എന്തുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളോട് അത് വസ്തുതാവിരുദ്ധവും തെളിവുകളില്ലാത്തതും കേരള മുഖ്യമന്ത്രിയെയും പൊതുസമൂഹത്തെയും അപകീർത്തിപ്പെടുത്തുന്നതും രാജ്യത്തെ നീതിന്യായ സംരക്ഷണ സംവിധാനമായ പോലീസ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്നതുമായിട്ട് എന്തുകൊണ്ട് കേരള സർക്കാർ അദ്ദേഹത്തിന്റെ നടപടി സ്വീകരിക്കുന്നില്ല? മുഖ്യമന്ത്രിയെയും പൊതുസംവിധാനത്തെയും മാനഭംഗപ്പെടുത്ത അദ്ദേഹത്തിനെതിരായിട്ട് ഒരു മാനഭംഗ കേസെങ്കിലും പുറത്താതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ ഉയർന്നു വരുന്ന സംശയത്തിന്റെ ഏറ്റവും പ്രബലമായ മുൾമുന ഇതാണ്. നോക്കൂ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മലപ്പുറം ജില്ലാ കമ്മിറ്റി പറയുന്നു അദ്ദേഹം കള്ളക്കടത്തുകാർക്കൊപ്പമാണ്, കള്ളക്കടത്തുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നത് അദ്ദേഹം കള്ളക്കടത്തുകാർക്കൊപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആ കള്ളക്കടത്തുകാരനെ സംരക്ഷിച്ചതായിരുന്നു എന്നവർ പരോക്ഷമായി സമ്മതിക്കുമോ? എന്തുകൊണ്ട് ഇന്നലെ നേരം വെഴുട്ടി വെളുത്തപ്പോൾ കേരള മുഖ്യമന്ത്രിക്ക് നിൽക്കക്കള്ളിയില്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ മാത്രം അൻവർ അനഭിമതനാകുന്നു? ഇന്നലെ വരെ അൻവറിന്റെ എല്ലാ ജനാധിപത്യ വിരുദ്ധ രാജ്യവിരുദ്ധ സംവിധാനങ്ങളോടും കൂറുപുലർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തത് CPM ആയിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ നാട്ടിലെ പരിസ്ഥിതി ആഘാത പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ പരമോന്നത നീതിപീഠം പോലും അദ്ദേഹത്തിന്റെ നടപടിയെടുക്കാൻ പറഞ്ഞപ്പോൾ മൗനം പാലിച്ച അവരൊക്കെ ഒരു തരത്തിലുള്ള കൂട്ടുകച്ചവടമായിരുന്നുവോ ഇവർ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് നമ്മൾ സംശയിക്കുന്നു. അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ
മുൾമുന, ആ കൂരമ്പ് തറയ്ക്കുന്നത് കേരള മുഖ്യമന്ത്രിക്കെതിരാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് പുകവലിക്കെടുക്കുമ്പോൾ, വർഷങ്ങളായി കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുമ്പോൾ, അപ്പോഴൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത് എന്താണ്? അത് പ്രതിപക്ഷത്തിന്റെ വൃഥാ വ്യായാമമാണ്. പക്ഷെ ഇന്ന് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മാർക്സിസ്റ്റ് സഹയാത്രികനായ, ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരെ വിശ്വസിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന, എന്തിനേറെ നമ്മുടെ ഗോവിന്ദൻ മാഷിക്ക് പോലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് തത്വശാസ്ത്രത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന PV അൻവറാണ് ഉന്നയിക്കുന്നത്. ഇത് VD സതീശനോ K സുരേന്ദ്രനായിരുന്നെങ്കിൽ നമുക്ക് തള്ളിക്കളയാം. അവരൊക്കെ ഇന്നലെ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെ 10 മടങ്ങ് വ്യക്തവും ശക്തവും ക്രിയാത്മകവുമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ, എല്ലാ മാധ്യമങ്ങളും അതിന് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ, സ്വാഭാവികമായിട്ടും കേരളം സംശയിക്കുന്ന ചോദ്യങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത്. അദ്ദേഹത്തിന്റെ സംശയങ്ങളെ സംശയങ്ങളായി തള്ളിക്കളയാൻ കഴിയാത്തത്, അദ്ദേഹത്തിനെതിരെ ചെറുവിരൽ അനക്കാൻ ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായില്ല. മറിച്ച് ഇന്ന് അദ്ദേഹത്തെ തെരുവിൽ അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും വെട്ടുമെന്ന് പറയുന്നവർ, ഇന്നലെ വരെ അദ്ദേഹം ചെയ്ത ഈ എല്ലാ നെറികേടുകൾക്കും സംരക്ഷണ കവചം ഒരുക്കിയത് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അങ്ങ് നിലമ്പൂരിലെ സഖാക്കളും തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ, അതിന്റെ ഭീതിജനകമായ അന്തരീക്ഷം കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിൽ ഇന്നേ വരെ നമ്മൾ ആക്ഷേപിച്ചിരുന്ന മാതിരിയും കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷതയും കേരളത്തിൽ പൊതുവും തകർന്നിരിക്കുന്നു. പേയ്മെന്റ് സീറ്റ് ആയിരുന്നല്ലോ നിലമ്പൂര്. അപ്പൊ കടപ്പാടുണ്ടാവുമല്ലോ, അത് കാണിക്കണമല്ലോ. തീർച്ചയായിട്ടും. മാഷെ തുടരാം. അല്ല, ഞാൻ ചൂണ്ടിക്കാണിച്ചത് എത്ര അത്യന്തം ഗൗരവമല്ല ഈ വിഷയം. ഒരുപക്ഷെ ഈ കേരളത്തിൽ തെരുവ് യുദ്ധം നടക്കാൻ പോവുകയാണ്. അൻവറിനെ കുറിച്ചുള്ള കഴിഞ്ഞകാല ചർച്ചകളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നമുക്കറിയാം, അൻവർ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മാത്രമല്ല, അതിന്റെ പ്രയോക്താവും അതിന്റെ ഗുണഭോക്താവുമാണ്. ആ കാര്യം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ വരെയുള്ള നേട്ടങ്ങൾ കൊയ്തത്. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ ന്യൂനപക്ഷ പ്രേമം പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ് നിങ്ങൾ അവകാശപ്പെടുന്നവർ, ഇന്ന് ഉയർത്തുന്ന ചോദ്യം എന്താണ്? അൻവറിനെതിരെ നിയമ നടപടികളോ അദ്ദേഹത്തിനെതിരായിട്ട് മറ്റെന്തെങ്കിലും നടപടികളോ തുടങ്ങുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ തെരുവിൽ വേട്ടയാടാൻ പോകുന്നു എന്നുള്ള വാർത്ത അത്യന്തം ഞെട്ടിപ്പിക്കുന്നതല്ലേ? അൻവറിന്റെ കഴിഞ്ഞകാല ചരിത്രം അത് സ്വാഭാവികമായിട്ടും പഠന വിധേയമാക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി, അദ്ദേഹത്തിന്റെ പുറയിലിരിക്കുന്നവർ, അദ്ദേഹം കളിക്കുന്ന അപകടകരമായ തീക്കളി, അതൊക്കെ സ്വാഭാവികമായിട്ടും പഠന വിഷയമാക്കേണ്ടതാണ്, ഗവേഷണ വിഷയമാക്കേണ്ടതാണ്. പക്ഷെ ഇവിടുത്തെ ചോദ്യം, അതിനൊക്കെയുള്ള കൃത്യമായ സംരക്ഷണവും പിന്തുണയുമല്ലേ മാർക്സിസ്റ്റ് പാർട്ടി നൽകിയത്?